गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ഓം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകമാണ് 22-ാം ശ്ലോകമാണ് പഠിക്കുന്നത്. അവിടെ 4 പ്രകാരത്തിൽപ്പെട്ട ഭക്തന്മാരെ പറഞ്ഞു. അത് പറയാനുണ്ടായ സാഹചര്യം ത്രിഗുണാത്മികയായ മായയെക്കുറിച്ച്, ആ മായയെ തരണം ചെയ്യുക ഒട്ടും എളുപ്പമല്ല എന്നതിനെ സംബന്ധിച്ച്, അതുകൊണ്ട് തന്നെ തൻ്റെ പാരമാർത്ഥികമായ ഭാവം ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഭഗവാൻ വിസ്തൃതമായി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സംശയം വന്നു, ആരും ഭഗവാനെ അറിയില്ലേ? മായയാൽ അവിടുത്തെ സ്വരൂപം മറയ്ക്കപ്പെട്ടതുകൊണ്ട് ആരും അറിയുന്നില്ല എന്നാണോ എന്ന് സംശയിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, സത്കർമ്മങ്ങളെ ചെയ്തവരായ 4 പ്രകാരത്തിൽപ്പെട്ടവർ എൻ്റെ ഭക്തന്മാരായിട്ടുണ്ട്. ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും പിന്നെ ജ്ഞാനിയും. അവരിൽ വെച്ച് ജ്ഞാനി ഏകഭക്തിയാണ്, വിശിഷ്ടനാണ് എന്ന് പറഞ്ഞു. ഈ 4 പേരും ഏറ്റവും ശ്രേഷ്ഠരാണ്, എങ്കിലും ജ്ഞാനി ഞാൻ തന്നെ. അപ്പോൾ ഒരു സംശയം വന്നു, എങ്ങനെയാണ് ഈ ജ്ഞാനത്തിലേക്ക് ഉയരുന്നത്? അത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണോ? അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല. അനേക ജന്മങ്ങളിലെ സാധനയുടെ വിചാരത്തിൻ്റെ ഒടുവിൽ ആ ഒരു പദത്തിലേക്ക് ഉയരുകയാണ്. എല്ലാം ഈശ്വരൻ തന്നെ എന്ന ആ ബോധത്തിലേക്ക് ഉയർന്നവർ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. അതെന്താ കാരണം? മനുഷ്യർക്ക് വിശേഷബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ ജ്ഞാനം ഉണ്ടാവണ്ടേ? എല്ലാവരും ആ തത്വജ്ഞാനത്തിലേക്ക് ഉയരണ്ടേ? അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല. താൽക്കാലികങ്ങളായ ആഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ പലതിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ പരമമായ സത്യത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് ഉയരാതെ പല കാര്യലാഭത്തിന് പലതിൻ്റെ പിന്നാലെ നമ്മൾ ഓടും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരും ഈ തത്വജ്ഞാനത്തിലേക്ക് ഉയരാത്തത്. അവിടെയാണ് സനാതനധർമ്മത്തിലെ ഏകേശ്വര തത്വത്തെയും ബഹുദേവതാ സങ്കല്പത്തെയും വളരെ വർണ്ണിക്കുന്ന ഭാഗം വരുന്നത്. വിവിധങ്ങളായ കാമങ്ങളിൽ പെടുന്നവർ വ്യത്യസ്ത ദേവതകളെ ഭജിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ഏതേത് ഭക്തന് ഏതേത് ദേവതാഭാവത്തിൽ ശ്രദ്ധയോടുകൂടി അർച്ചിക്കാനുള്ള താത്പര്യമുണ്ടോ അതത് ഭക്തന്
അതത് ദേവതയിൽ ഞാൻ ശ്രദ്ധയെ കൊടുക്കുന്നു. അതാണ് 21-ാമത്തെ ശ്ലോകം. 22 നമ്മൾ സാമാന്യം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു, ഇതിൻ്റെ ഭാഷ്യം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് 22-ാം ശ്ലോകം ശ്രദ്ധിക്കുന്നു. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭത്തെ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭത്തെ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. സഹ അവൻ, അവൻ ആര് ആര് ആരെക്കൊണ്ടാണോ ഇപ്പൊ പറഞ്ഞത്? വ്യത്യസ്ത ദേവതാഭാവങ്ങളെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? അയാൾ. സഹ തയാ ശ്രദ്ധയാ, ആ ശ്രദ്ധ കൊണ്ട്, ആ ശ്രദ്ധ കൊണ്ട്. ഏത് ശ്രദ്ധ കൊണ്ട്? എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധ കൊണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വ്യത്യസ്ത ദേവതകളിൽ ഞാൻ ശ്രദ്ധയെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധ കൊണ്ട്, തയാ ശ്രദ്ധയാ യുക്തഃ, യുക്തനായിട്ട്, എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധയോട് ചേർന്നവനായിട്ട്, തസ്യാഹ അവളുടെ, തസ്യാഹ സ്ത്രീലിംഗമാണ്. താത്പര്യം ദേവതാ ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ടാണ്. അതത് ദേവതയുടെ രാധനം, ആരാധനം, ഉപാസനം, ഈഹത്തെ ചെയ്യുന്നു, ചേഷ്ടിക്കുന്നു. ഇവിടെ തസ്യാഹ രാധനം എന്ന് വായിക്കാതെ തസ്യാരാധനം എന്നൊറ്റ വാക്കായിട്ട് കൊടുക്കാം. തസ്യാരാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരാധനത്തെ, ആ ദേവതോപാസനയെ ചെയ്യുന്നു. തസ്യ അധികം ആരാധനം, തസ്യാരാധനം. അല്ലെങ്കിൽ തസ്യാഹ രാധനം, തസ്യാരാധനം മുറിച്ചിട്ട്. രണ്ട് പാഠമുണ്ട്, രണ്ടും ശരിയാണ്. ഭാഷ്യകാരൻ എടുത്തത് തസ്യാഹ രാധനം എന്നാണ്. ഈഹതേ ചേഷ്ടതേ. തതഃ ലഭത്തെ ച കാമാൻ, അതിൽ നിന്ന് കാമങ്ങളെ ലഭിക്കുന്നു, ആഗ്രഹങ്ങളെ നേടുന്നു. എങ്ങനെയാണ് നേടുന്നത്? മയൈവ വിഹിതാൻ ഹിതാൻ, എന്നാൽ നൽകപ്പെട്ടവയെ, എന്നാൽ നൽകപ്പെട്ട ആ കാമങ്ങളെ അവർ നേടുന്നു. ഇത് വിചിത്രമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, യാസ്ക മഹർഷി തൻ്റെ നിരുക്തത്തിൽ ദേവതാകാണ്ഡത്തിൽ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ഏകസ്യ ആത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി. ഏകമായ പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് എല്ലാ ദേവതകളും നിൽക്കുന്നത് എന്ന്. ഇപ്പം നമ്മളിൽ ഒരാളുടെ, ഞാൻ ഈ ശരീരമല്ല, ശരീരം എൻ്റെതാണ്, ഞാൻ ഈ ശരീരത്തിലാണ് ഇരിക്കുന്നത്,
ഞാൻ ഈ ശരീരത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. തൽക്കാലം കുറച്ച് നേരത്തേക്ക് അതൊക്കെ മറന്നിട്ട് ഞാൻ ഈ ശരീരം തന്നെ എന്ന നിലപാടിലൊന്ന് നോക്കിക്കാണും. ഞാൻ ഇത് തന്നെയാണ് എന്നുള്ള നിലപാട്. വലിയ വേദാന്തത്തിലേക്കൊന്നും പോണ്ട. ഇപ്പോൾ സാധാരണ ലൗകികമായ ദൃഷ്ടിയിൽ ഇത് തന്നെ ഞാൻ എന്നുള്ള നിലപാടെടുക്കുക. അപ്പോൾ ഇത് സമ്യക്കായി ഇത് ഒന്നാണ്, ഒരു ദേഹമാണെന്ന് കാണാൻ കഴിവുള്ളവരാണ് നമ്മളൊക്കെ. അത് കഴിവില്ലാത്ത ഒരു കൊച്ചു ജന്തുവെ സങ്കല്പിച്ചോളൂ. അയാൾ കാണുന്നത് എൻ്റെ കൈ മാത്രമാണ് എന്ന് വിചാരിക്കുക. രണ്ട് കൈകളെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കൈ കാണുന്നു. രണ്ട് കൈ പോലും കാണാൻ അയാൾക്ക് കഴിയില്ല, ഒരു കൈ മാത്രം അയാൾ കാണുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേറൊരാളെൻ്റെ ഒരു കാല് മാത്രം കാണുന്നു, മറ്റേ കാല് മാത്രം കാണുന്നു, അല്ലെങ്കിൽ ചുണ്ട് മാത്രം കാണുന്നു, ചെവി മാത്രം കാണുന്നു എന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം ചേർന്നത് ഒന്നാണെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. ആ ജന്തു എൻ്റെ കയ്യിനെ ആശ്രയിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തോന്ന് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. സങ്കല്പിച്ചൂടാ? ഞാൻ നേരത്തെ അവിടുന്ന് പ്രസാദം കഴിച്ചു, കൈ കഴുകിയില്ലായിരുന്നു എന്ന് വിചാരിക്കുക. കൈ കഴുകിയിട്ടില്ല. ആ സമയത്താണ് ഒരു 10,000 സൂക്ഷ്മ ജന്തുക്കൾ ഇവിടെ വന്നത്, അവർക്ക് നല്ല ശാപ്പാട് കിട്ടി വിചാരിച്ചോളൂ. അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ ഒരു 1,00,000 സൂക്ഷ്മ ജന്തുക്കൾ വന്നു, അവർക്ക് ശാപ്പാട് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ കോടിക്കണക്കിനത് ദേഹം മുഴുവനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും ട്രില്യൺ കണക്കിന് സൂക്ഷ്മജീവികൾ താമസിക്കുന്നുണ്ട്. കുടുംബവും ശത്രുക്കളും മിത്രങ്ങളും പരിവാരങ്ങളും കുട്ടികളും പത്നിയും ഒക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. നമ്മുടെ ത്വക്കിൽ ട്രില്യൺ കണക്കിനുണ്ട്. ബില്യണൊന്നും അല്ല, നമ്മളാരും ബില്യണയറല്ല, ഒക്കെ ട്രില്യണയറാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അവരുടെ താമസ സ്ഥലമാണ്, അവരുടെ ആഹാരമാണ്, വിഹാരമാണ്, ഗൃഹമാണ്, എല്ലാം ഈ തോല്. അകത്ത് അതിൻ്റെ എത്ര ഇരട്ടിയുണ്ട്, അത് വേറെ വിഷയം. അകത്തുള്ള ജന്തുക്കൾ അതിൻ്റെ എത്ര ഇരട്ടിയുണ്ട്, ഞാൻ തോലിൻ്റെ മുകളിലുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ 1,00,000 ജന്തുക്കൾ എന്തോന്ന് ആഗ്രഹിച്ചു, അത് ചെവിയിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ കാലുമെന്ന് കിട്ടി, കാലിൻ്റെ നഖത്തിൻ്റെ എടുക്കുന്ന ഒരു 10,000 ജന്തുക്കൾക്ക് ശാപ്പാട് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇത്രയും സങ്കല്പിക്കുക. അപ്പോൾ കയ്യിൽ നിന്ന് കിട്ടിയവരെന്താ വിചാരിക്കണത്? ഈ കൈയാണ് തരുന്നത്, കയ്യിൽ നിന്നാണ് എനിക്ക് ശാപ്പാട് കിട്ടുന്നത്, എൻ്റെ വാസസ്ഥാനം കൈയാണ് എന്ന് വിചാരിക്കുന്നു. കാലിൽ നിന്ന് കിട്ടിയവർ വിചാരിക്കുന്നത് കാലിൽ നിന്ന് കിട്ടി. ശരിയല്ലേ? തെറ്റാണോ? തെറ്റല്ല. ചെവിയിൽ നിന്ന് കിട്ടിയവർ വിചാരിക്കണം ഇവിടുന്ന് നല്ല വാസസ്ഥാനമാണ്, ഇവിടുന്ന് ധാരാളം ശാപ്പാട് കിട്ടുന്നുണ്ട് എന്ന് അവർ വിചാരിക്കുന്നു. അതിനനുസരിച്ച് ദേഹം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അവരൊന്നും ഇത് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ചെവി ഒരു മാസം കൊണ്ട് ബ്ലോക്കാവും. ഒരു മാസവും നിൽക്കില്ല. കാരണം അത്രയ്ക്കധികം സ്രവങ്ങൾ ചെവിയിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. അതവർ അതത് സമയത്ത് ശാപ്പാട് കഴിച്ച് ക്രമീകരിച്ച് നിലനിൽക്കുകയാണ്. വല്ലാത്തൊരു അത്ഭുതമാണിത്. വല്ലാത്തൊരു ബയോസിസ്റ്റമാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ കാലിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചവൻ കാലിൽ നിന്ന് കിട്ടി, ശരിയല്ലേ? കയ്യിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചവന് കയ്യിൽ നിന്ന് കിട്ടി, അത് ശരിയല്ലേ? ചെവിയിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചവന് ചെവിയിൽ നിന്ന് കിട്ടിയത് ശരിയല്ലേ? ശരിയാണ്. സത്യത്തിലോ അവരൊക്കെ എൻ്റെ ദേഹത്തെ ആശ്രയിച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? അപ്പോൾ സകല ദേവതകളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹവും വാസ്തവത്തിൽ എന്നാൽ നൽകപ്പെടുന്നതാണ്. കാരണം പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് എല്ലാ ദേവതകളും നിലനിൽക്കുന്നത്. അഗ്നി ആയാലും വായു ആയാലും വിഷ്ണു ആയാലും ബ്രഹ്മാവായാലും ശിവനായാലും ദേവിയായാലും ദേവനായാലും നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും ആ ദേവതകളെല്ലാം ഒരു പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ്. അതാണ് ഏകസ്യ ആത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി. ഈ യാസ്കൻ്റെ വാക്യം ഓർമ്മിക്കണം. അപ്പോൾ ഓരോരോ ഉപാസകനും വിചാരിക്കുന്നത് എൻ്റെ ഇഷ്ടദേവതയുടെ അനുഗ്രഹമായിട്ട് എനിക്കിത് കിട്ടിയെന്നാണ്. അത് ശരിയല്ലേ? ശരിയാണ്. എന്നാൽ സത്യത്തിലോ
സത്യത്തിൽ അതെല്ലാം എന്നാൽ നൽകപ്പെടുന്നതാണ്. ഭഗവാൻ പറയുകയാണ്, ഏകനും അദ്വിതീയനുമായ ഈശ്വരനാകുന്ന എന്നാലാണ് ഇതൊക്കെ നൽകപ്പെടുന്നത്. അതാണ് പറഞ്ഞത് മയൈവ വിഹിതാൻ ഹിതാൻ, എന്നാൽ വിഹിതങ്ങളായ അനുഗ്രഹങ്ങളെ അവർ നേടുന്നു. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല എന്ത്, ഞാനാണ് ഇതൊക്കെ നൽകുന്നത് എന്ന്. പിന്നെന്താ വിചാരിക്കണത്, അവരവർ ഉപാസിച്ച ദേവതയിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അത് ശരിയല്ലേ? അത് ശരിയാണ്, അത് ശരിയാണ്. മുമ്പ് കാലത്ത്, മുമ്പ് എന്ന് പറഞ്ഞാൽ അത്ര പണ്ടൊന്നും അല്ല, ഒരു 19 കൊല്ലമൊക്കെ മുമ്പ് തന്നെ ഓരോ നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് പോസ്റ്റ്മാൻ ആയിരിക്കും. അതെ, പോസ്റ്റ്മാൻ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. കാരണം അയാൾ കത്ത് കൊണ്ടുത്തരുമ്പോൾ, അയാൾ മണി ഓർഡർ കൊണ്ടുത്തരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇല്ലേ? എന്നിട്ട് ആ സന്തോഷം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ പതിവുണ്ട്. അതെ, അയാളാ തരുന്നത് അല്ല, അയാളല്ലല്ലോ തരുന്നത്. ആരാണോ മണി ഓർഡർ അയച്ചത് അയാളല്ലേ തരുന്നത്. എന്നാലും നമുക്ക് ഇയാളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ദിവസം എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് പോസ്റ്റ്മാൻമാരുടെ പിന്നാലെ പോകുന്ന കാലം ഉണ്ടായിരുന്നു ഒരു കാലം, ഓർമ്മയില്ല? അതെ, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് ആരയക്കാനാ? അപ്പോൾ സത്യത്തിൽ പോസ്റ്റ്മാൻ അല്ല തരുന്നത്. നമ്മളെ നിത്യ തൊഴിൽദാന പദ്ധതിയുണ്ട്. എന്താണ് ഇതിന് പറയുക? തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ നോഡൽ ഏജൻസി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നോഡൽ ഏജൻസി. 100% ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടാണ്. പക്ഷേ നോഡൽ ഏജൻസിയാണ് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം നാട്ടുകാരെ വിചാരം എന്താണ്? അപ്പോൾ പ്രതിവർഷം 130 തൊഴിൽ നൽകാൻ ഞങ്ങളല്ലാതെ ആര് എന്ന് പരസ്യം. അതെ, 130 ദിവസം തൊഴിൽ നൽകാൻ ഞങ്ങളല്ലാതെ ആര്? 100 ദിവസം 130 ദിവസമാക്കി കൂട്ടിയപ്പോൾ ഏറ്റവും സമരം ചെയ്തവരാ വരും. അതിൻ്റെ ആവശ്യമില്ല. കാരണം പേര് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ പരസ്യമോ ഇങ്ങനെ തരാൻ ഞങ്ങളല്ലാതെ ആരുന്ന. സത്യത്തിൽ നോഡൽ ഏജൻസി അത് സ്റ്റേറ്റ് ഗവൺമെൻറ്. കേരളമല്ല, തമിഴ്നാടല്ല, ഒന്നുമല്ല. അപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ തരുന്നതേ നമ്മൾ കാണുള്ളൂ. അത് ദേവതയാണ്. ഞാൻ വിഷ്ണുവിനെ പൂജിച്ചു, വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം കിട്ടി. അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനെ പൂജിച്ചു, കൃഷ്ണൻ്റെ അടുത്ത് അനുഗ്രഹം കിട്ടി. ഗണപതിനെ പൂജിച്ചു, ഗണപതിയുടെ അടുത്ത് അനുഗ്രഹം കിട്ടി. സത്യത്തിൽ എന്താ? ഇതൊക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. കേന്ദ്രം അത് വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തി, ഇത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. മയൈവ വിഹിതാൻഹിതാൻ, എന്നാൽ നൽകപ്പെടുന്ന അതത് ഫലങ്ങളെ അവർക്ക് നേടാൻ കഴിയുന്നു. വ്യക്തമാണല്ലോ? നോക്കൂ, സഹ തയാ മദ്വിഹിതയാ ശ്രദ്ധയാ യുക്തഃ സൻ തസ്യാഹ ദേവതായാഹ ദേവതാ തന്വാ ആരാധനം ഈഹത്തെ ചേഷ്ടത്തെ ലഭത്തെ ച തതഃ തസ്യാഹ ആരാധിതായാഹ ദേവതാ തന്വാഃ കാമാൻ ഈപ്സിതാൻ മയാ ഏവ പരമേശ്വരേണ സർവജ്ഞേന കർമ്മഫല വിഭാഗജ്ഞതയാ വിഹിതാൻ നിർമ്മിതാൻ താൻ ഹി യസ്മാത്തെ ഭഗവതാ വിഹിതാഃ കാമാഃ തസ്മാത് താൻ അവശ്യം ലഭതേ ഇത്യർത്ഥഃ.
ഹിതാൻ ഇതി പദച്ഛേദേ ഹിതത്വം കാമാനാം ഉപചരിതം കൽപ്യം നഹി കാമാഹ ഹിതാഹ കസ്യചിത് സഹ തയാ മദ്വിഹിതയാ ശ്രദ്ധയാ യുക്തഃ സൻ തസ്യാഹ ദേവതാതന്വാ രാധനം ആരാധനം ഈഹത്തെ ചേഷ്ടത്തെ ലഭത്തെ ച തതഃ തസ്യാ ആരാധിതായാഹ ദേവതാതന്വാ കാമാൻ ഈപ്സിതാൻ മയാ ഏവ പരമേശ്വരേണ സർവജ്ഞേന കർമ്മഫലവിഭാഗജ്ഞതയാ വിഹിതാൻ നിർമ്മിതാൻ താൻ ഹി യസ്മാത് തേ ഭഗവതാ വിഹിതാഃ കാമാഃ തസ്മാത് താൻ അവശ്യം ലഭത്തെ ഇത്യർത്ഥഃ. ഹിതാൻ ഇതി പദച്ഛേദേ ഹിതത്വം കാമാനാം ഉപചരിതം കൽപ്യം നഹി കാമാഹ ഹിതാഹ കസ്യചിത്. അപ്പോൾ സഹ അവൻ ആ ഭക്തൻ തയാ ശ്രദ്ധയാ മദ്വിഹിതയാ ശ്രദ്ധയാ എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധയോടുകൂടി യുക്തനായിട്ട് സൻ അങ്ങനെയായിട്ട് തസ്യാഹ ദേവതാ തന്വാഹ രാധനമീഹത്തെ ആ ദേവതാ തനുവിൻ്റെ തനു ശരീരം ആ ദേവതാ ശരീരത്തെ ദേവതാഭാവത്തെ പൂജിക്കുന്നു. ഏത് ദേവതോപാസന ചെയ്യണമെങ്കിലും ശ്രദ്ധ വേണം. ശ്രദ്ധയില്ലാതെ ഉപാസിക്കാൻ കഴിയില്ല. അപ്പം ആരാ ശ്രദ്ധ കൊടുത്തേ? ഞാൻ. എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധ കൊണ്ട് അവൻ ആ ദേവതയെ പൂജിക്കുന്നു. ഏത് ദേവതയെ പൂജിക്കാനാണോ അവൻ ആഗ്രഹിച്ചത് ആ ദേവതയെ. അതിൻ്റെ നിയമം പാലിക്കണം. തം തം നിയമമാസ്ഥായ എന്ന് നേരത്തെ പറഞ്ഞു. അതത് നിയമത്തെ പാലിച്ച് എല്ലാ ദേവതകൾക്കും നിയമങ്ങളൊന്നല്ല, വ്യത്യസ്ത നിയമങ്ങളാണ്. സാത്വികമായ ഭാവത്തിൽ പൂജിക്കേണ്ടവരുണ്ടാവും, രാജസികമായതുണ്ടാവും, താമസികമായതുണ്ടാവും. അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. അതിൽ തന്നെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. ഓരോ ദേവതയ്ക്ക് ഓരോ നിയമമാണ്. ഈ ദേവതോപാസന ശരിക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ദേവതാഭാവത്തിനനുസരിച്ച്. ലോകത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെങ്കിലും ഈ ലോകത്തിൽ ഉപാസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ഉപാസിക്കുക അല്ല. നമ്മൾ അമ്മേനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അതിലും തീർത്തും ഭിന്നമായിരിക്കും അച്ഛനെ ഉപാസിക്കേണ്ട രീതി. രണ്ടു പേരോടും രണ്ട് നിയമം നമ്മൾ അനുവർത്തിക്കുക അല്ലേ? അതെ. അത് അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നമുക്കറിയണം. അമ്മേനെ കാണാൻ പോകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടു കൊടുക്കണം അല്ലേ? അതെ. അച്ഛനെ കാണാൻ പോകുമ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടത് കൊണ്ടു കൊടുക്കണം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അച്ഛന് കൊണ്ടു കൊടുത്താൽ പ്രശ്നമായി. അതെ. അച്ഛന് ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്താൽ അതിനേക്കാൾ പ്രശ്നമായി. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് നിൽക്കാൻ പഠിക്കണം. എന്ത് ചെയ്തിട്ടാണ് അവരെ സന്തോഷിപ്പിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അതത് ദേവതാ തനുവിൻ്റെ ആരാധനത്തെ ചെയ്യുന്നു. തം തം നിയമമാസ്ഥായ അതത് നിയമത്തെ ആശ്രയിച്ചിട്ട്. ഗുളികനെ ഉപാസിക്കേണ്ട രീതിയിലല്ല കൃഷ്ണനെ ഉപാസിക്കേണ്ടത്. കൃഷ്ണനെ ഉപാസിക്കേണ്ട രീതിയിലല്ല കുട്ടിച്ചാത്തനെ ഉപാസിക്കേണ്ടത്. എല്ലാം വ്യത്യാസമുണ്ട്. അതിൻ്റെ വിധാനങ്ങൾക്ക് മാറ്റമുണ്ട്, നിയമങ്ങൾക്ക് മാറ്റമുണ്ട്. ശ്രദ്ധിക്കുക. എന്നിട്ടോ തതഃ ലഭതേ ച കാമാൻ, എന്നിട്ട് കാമങ്ങളെ നേടുന്നു. എവിടുന്ന്? അതത് ആരാധിക്കപ്പെട്ട ദേവതയിൽ നിന്ന്.
കാമങ്ങളെ നേടുന്നു. ഈപ്സിതാൻ ആഗ്രഹിക്കപ്പെട്ടവയെ. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പലതാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടും. ശ്രദ്ധയോടുകൂടി ഒരു ദേവതോപാസന ചെയ്ത് വ്യത്യസ്തങ്ങളായ കാമങ്ങളെ ആഗ്രഹിച്ചാൽ അത് കിട്ടും, ഉറപ്പാണ്. പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ഉറച്ച ശ്രദ്ധ വേണമെന്ന് മാത്രം. പക്ഷെ എവിടുന്നാ കിട്ടുന്നത്? മയാ പരമേശ്വരേണ സർവജ്ഞേന കർമ്മഫല വിഭാഗജ്ഞതയാ വിഹിതാൻ. സർവജ്ഞനായ എന്നിൽ നിന്നാണ് കിട്ടുന്നത്. കർമ്മഫല വിഭാഗം മുഴുവൻ അറിയുന്നത് ഞാനൊരാളാണ്. അപ്പോൾ ഓരോരുത്തർ ചെയ്ത കർമ്മം എന്താണ്, അതിനനുസരിച്ച് എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് അറിയുന്നവനായ എന്നാലാണ് നൽകപ്പെടുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എല്ലാം കിട്ടില്ല. അർത്ഥിക്കുന്നവർക്കൊക്കെ കിട്ടിയാൽ ലോകം എങ്ങനെയാ? അർഹിക്കണതാണ് കിട്ടുക, അർത്ഥിക്കണതെല്ലാം കിട്ടില്ല. അപ്പം അർത്ഥിക്കുന്ന ആൾക്ക് അർഹത വേണം. അർഹതയ്ക്കനുസരിച്ചാണ് കിട്ടുക. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇപ്പം അർത്ഥിക്കണതൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ അർത്ഥിക്കണതൊക്കെ ഇന്നെനിക്ക് കിട്ടിയാൽ ഒക്കെ പ്രശ്നവും. പല പരസ്പര വിരുദ്ധായതും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അർത്ഥിച്ചു പോയിട്ടുണ്ടാവും. ഒക്കെ ഭഗവാൻ കൊണ്ട് തന്നാലുള്ള സ്ഥിതി എന്താ? അർഹിക്കുന്നതാണ് കിട്ടുക. അതാണ് കർമ്മഫല വിഭാഗജ്ഞതയാ. കർമ്മത്തിൻ്റെ ഫലരൂപമായി ഓരോരുത്തരും എന്തെന്ത് അർഹിക്കുന്നു എന്നറിയുന്നവനായ എന്നാൽ നിർമ്മിതങ്ങളായ കാമങ്ങളെ അവർക്ക് നേടാൻ കഴിയുന്നു. താൻ അവശ്യം ലഭതേ, എന്നാലാണ് നൽകപ്പെടുന്നത് എന്നതുകൊണ്ട് അവശ്യം അവർക്ക് കിട്ടും. ആരാധന അത് തന്നെയാണ്, കർമ്മത്തിലൂടെ ചെയ്യുന്ന ഉപാസന തന്നെയാണ്. അത് തന്നെയാണ്. ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. നോക്കൂ, നഹി ദേഹഭൃതാ ശക്യം ത്യക്തം കർമാണ്യശേഷത. ദേഹത്തെ ധരിച്ചിരിക്കുന്നവർക്ക് കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യണം. ഇപ്പം ചെയ്തില്ലെങ്കിലും കിട്ടില്ലെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമാണ്, ഈ നാടകത്തിൻ്റെ ഭാഗമാണത്. അതെ, ശ്രദ്ധ കൊടുക്കുന്നത് ഞാനാണ്. ശ്രദ്ധയ്ക്കനുസരിച്ചല്ലേ കിട്ടുക. ശ്രദ്ധയ്ക്കനുസരിച്ച് തന്നെയാണ് കിട്ടുക. യോയ ശ്രദ്ധ സയേവസ. എന്താണ് ഒരാളുടെ ശ്രദ്ധ, അതാണ് അയാൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു എന്താണ്, നാളെ മലയാളത്തിൽ ഒരു ബാലചന്ദ്രമേനോൻ സിനിമ പോലെയാണ് ഇല്ലേ? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, മുഖ്യ നടൻ ഒക്കെ ഒരാൾ തന്നെയാണ്. ശ്രദ്ധ കൊടുക്കുന്നതും അയാൾ. കിട്ടുണ്ണി സർക്കസ് എന്ന് പറഞ്ഞ പോലെയാണ്. ഭഗവാന്റെ കളി ഒരു കിട്ടുണ്ണി സർക്കസാണ്. ശ്രദ്ധ കൊടുക്കുന്നതും ഭഗവാൻ, എന്നിട്ടോ പലരോട് പ്രാർത്ഥിപ്പിക്കുന്നതും ഭഗവാൻ, എന്നിട്ട് അവരിലൂടെ കിട്ടണമെന്ന് തോന്നിപ്പിക്കുന്നതും ഭഗവാൻ, സത്യത്തിൽ കൊടുക്കുന്നതോ അതും ഭഗവാൻ. വല്ലാത്തൊരു നാടകമാണത്. അപ്പം അതാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമല്ലാട്ടോ. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പലതിൻ്റെ പിന്നാലെ പോണില്ല. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം. ബ്രഹ്മകർമ്മ സമാധിന എന്നറിഞ്ഞ ആള് തന്നിൽ താനായി പ്രതിഷ്ഠിതനായി. അവശ്യം ലഭത. ഈ പ്രത്യേകം ദേവതകളിൽ നിന്ന് മാത്രമാണ് ഫലം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ സർവേശ്വരനാലാണ് ഈ ഫലം നൽകപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടുക തന്നെ ചെയ്യും, കിട്ടാതിരിക്കില്ല.
വ്യത്യാസം മനസ്സിലായില്ല? ഇല്ല. ഒരാൾ ഒരു ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻസി നമുക്കൊരു 10 റുപ്യ തരാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോളൂ. അയാൾ 10 തരുമ്പോൾ രണ്ടയാളെ പോക്കറ്റിൽ ഇത് പിടിച്ചോന്ന് പറഞ്ഞാൽ 8 തന്നാൽ അത് വാങ്ങുകയല്ലാതെ നമുക്കത് വൃത്തിയില്ല. പേരിന് 10 തന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടിയതോ 8, 7, 6 ഒക്കെ ആയിരിക്കും. ബാക്കി അയാൾ പോക്കറ്റിലാക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേതല്ല, മറ്റേത് മെയിൻ മുകളിൽ നിന്നാണ് വരുന്നത്, അത് മുഴുവൻ തരണ്ടേ? അതൊക്കെ പോക്കറ്റിലിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സർവേശ്വരനിൽ നിന്ന് വരുന്നതായത് പൂർണ്ണമായി കിട്ടുന്ന പറയണത്. അവശ്യം ലഭത, കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് കർമ്മഫലം ആർക്കും വരാതിരിക്കില്ല. കർമ്മഫലം വന്നേ മതിയാവും, അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ശരി, അപ്പം അതത് വിഹിതങ്ങളായ കാമങ്ങളെ നേടുന്നു. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വേറൊരു പാഠം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ പാഠം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അതായത് വിഹിതാൻ എന്നുള്ളിടത്ത് ഹിതാൻ എന്നൊരു പാഠം ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഏതോ ഒരു അക്ഷരം ഇപ്പുറത്ത് വേറെ കൂടിയിട്ടുണ്ടാവണം വൃത്തഭംഗം വരാതിരിക്കാൻ. അതെന്താന്ന് ചോദിക്കരുതായിരുന്നു, അറിയില്ല. ഹിതാൻ എന്നുള്ള പാഠം സ്വീകരിക്കുകയാണെങ്കിൽ എന്നാണ് ഭാഷ്യം. ഇവിടെ എന്താ പാഠം? വിഹിതാൻ എന്നാണ്. വിഹിതങ്ങളായ കാമങ്ങളെ നേടുന്നു എന്നാണ്. അപ്പോൾ ഹിതാൻ കാമാൻ എന്നൊരു പാഠം ഉണ്ട് എന്നാണ് പറയണത്. ഉണ്ടാവും. ഭാഷ്യകാരൻ പറഞ്ഞാൽ വെറുതെ ആവില്ലല്ലോ. എന്നാൽ ആ പാഠമൊന്ന് പറയൂ സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അവിടെ വിഹിതാൻ എന്നുള്ളടത്ത് ഒരക്ഷരം കുറഞ്ഞ് ഹിതാൻ ആക്കി കഴിഞ്ഞാൽ ആ ഒരു അക്ഷരം ഈ പാദത്തിൽ എവിടെയെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ വൃത്തഭംഗം വരും. അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം ഏതോ പാഠം. ഭാഷ്യകാരൻ പറയണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഹിതാൻ എന്നുള്ളത് കേവലം ഉപചാരപൂർവം പറഞ്ഞതാണ്. കാരണം കാമങ്ങൾ അങ്ങനെ ഹിതകരങ്ങളല്ല എന്നാ പറയണത്. കാമങ്ങളൊക്കെ പ്രിയകരങ്ങളാണ്, ഹിതകരങ്ങൾ അല്ല. അപ്പൊ ഹിതങ്ങളായ കാമങ്ങളെ നേടുന്നു എന്നുള്ളത് ഉപചാരപൂർവം പറഞ്ഞതാണ്. വ്യക്തമാണോ? വ്യക്തമല്ലേ? അതെ, തീർച്ചയായിട്ടും. കാമം ഒരിക്കലും ഹിതമല്ല ആർക്കും. അപ്പൊ ഹിതങ്ങളായ കാമങ്ങളെ നേടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഉപചാരപൂർവം പറഞ്ഞതാ. ഉപചാരത്തിന് നമ്മൾ അങ്ങനെ പറയാറുണ്ട് പലതും, ഇല്ല? ഉണ്ട്, ഉപചാരത്തിന് പറയാറുണ്ട്. പറയുന്നത് അബദ്ധം നമുക്ക് തന്നെ അറിയാം. ഹിതങ്ങളായ കാമങ്ങളെ എന്നാണെങ്കിൽ ആ ഹിതശബ്ദം ഉപചാരപൂർവം പറഞ്ഞതാണ് എന്ന് ഭാഷ്യകാരൻ. പക്ഷെ ആ പാഠം നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പാഠം നമുക്ക് അറിയില്ല. വ്യക്തമാണോ? ശരി, നോക്കൂ.